രാധാകൃഷ്ണൻ മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം കിട്ടി, നമുക്കെല്ലാം സന്തോഷമാണ്. കേരളത്തിലേക്ക് രണ്ടാമത് വരുന്നതാണ് അടൂരിന് ശേഷം. അപ്പോൾ അത് കഴിഞ്ഞ് മോഹൻലാൽ അവിടെ എഴുതി വായിച്ച ഇംഗ്ലീഷ് പ്രസംഗം, ഇംഗ്ലീഷ് ഭാഗങ്ങൾ വളരെ നന്നായിരുന്നു എന്ന് തോന്നി. അത് കഴിഞ്ഞ് ആ പ്രസംഗത്തിൻ്റെ അവസാനം വന്നപ്പോൾ അദ്ദേഹം ഈ വീണപൂവിൽ നിന്ന് കുമാരനാശാൻ്റെ പേര് പറഞ്ഞു, വീണപൂവിൻ്റെ പേര് പറഞ്ഞു. വീണപൂവിൽ നിന്ന് കുമാരനാശാൻ്റെ കവിത എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വായിച്ചു, വീണപൂവാണ് എന്നും പറഞ്ഞു. അദ്ദേഹം വായിച്ചത് ഈ അവസരത്തിന് ചേർന്നാണോ എന്നുള്ളൊരു സംശയം എനിക്ക് അപ്പോഴേ ഉണ്ടായി. കാരണം ചിത എന്നൊക്കെ നമ്മളൊരു പുരസ്കാരം നേടിയിട്ട് പറയുമ്പോൾ ചിത എന്നൊന്നും പറയില്ല. ചിതയിലാഴ്ന്നു പോയത് മല്ലോ ചിര മനോഹരമായൊരു പൂവിത്. ഇതാണ് കുമാരനാശാന്റെ പോയതുമല്ലോ ചിരമനോഹരമായൊരു പൂവിത്. അപ്പോൾ ഇത് മാപ്രകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ച് സംശയം വന്നു. മാപ്രകൾ സർവജ്ഞരായതുകൊണ്ട് ഇതങ്ങ് അംഗീകരിച്ചു. ഇല്ല, സംശയത്തിൻ്റെ പ്രശ്നമില്ല. അതെ, അവരംഗീകരിച്ചു. പക്ഷേ രാവിലെയൊക്കെ പല ആളുകളും ഇതെടുത്ത് നോക്കി. നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ രാവിലെ വായിക്കുമ്പോൾ ഹി മിസ്കോട്ടഡ് കുമാരനാശാൻ, റോങ്ലി കോട്ടഡ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കുമാരനാശാൻ്റെതല്ല. അപ്പോൾ കുമാരനാശാനെ വായിക്കുന്നവരൊക്കെ ഇപ്പം ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിലാണ്. അപ്പോൾ രാവിലെ ഇത് രാധിക സി നായർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് പി.കെ. രാജശേഖരൻ്റെ ഭാര്യ. അപ്പോൾ അവർ അടുക്കള തിരക്കിൻ്റെ ഇടയ്ക്കും ഇത് കമ്പ് വീണപൂ നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചോട്ടിൽ കമൻറ്റ് വരുമല്ലോ, കമൻറ്റിൽ നിന്ന് ഇത് ശരിയായിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, കവിതയെപ്പറ്റി എനിക്ക് സംശയം വന്നാൽ ഞാൻ രണ്ടുപേരെ വിളിക്കും. ഒന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, രണ്ട് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. ഞാൻ രാധാകൃഷ്ണനെ വിളിച്ചല്ലോ. രാധാകൃഷ്ണന് അറിയില്ല, മറ്റേ കുമാരനാശാൻ അല്ല എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ വിളിച്ചപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ഇത് അറിയില്ല, മറ്റേ വീണപൂവിലല്ല, കുമാരനാശാന്റെയും അല്ല, മറ്റാരുടേതാണെന്ന് അറിയില്ല. അതെ. അപ്പോൾ രാധാകൃഷ്ണനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ എനിക്കിത് ചൊല്ലിത്തന്നു മലയാളത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇത് വെങ്കടേശ സുപ്രഭാതത്തിൻ്റെ വസന്തതിലകമാണ്. വെങ്കടേശ സുപ്രഭാതം പ്രാർത്ഥനയും ലാമെന്റേഷനും ആണെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രാർത്ഥനയും വിലാപവും ഈ വൃത്തത്തിലാണ്. വസന്തതിലകത്തിലൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ബാലേന്ദ്രൻ്റെ അത് ഒരു വ്യത്യാസമാണ്. ഞാനത് പറയുമ്പോൾ പറയാം എന്തായാലും. അതെ, ഞാൻ ഈ ഭാഗം പറഞ്ഞ് തീരട്ടെ. അപ്പോൾ ഈ കമൻറ്റിൻ്റെ അകത്ത് ചില ആളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചു ഇതെന്താ മാഷേ ഇങ്ങനെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരാളോട് പറഞ്ഞു ഇത് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞ പി ഭാസ്കരൻ്റെ. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു ഓർക്കുക വല്ലപ്പോഴും ആണെന്ന്. അതല്ല, ഓർക്കുക വല്ലപ്പോഴും ആളുകൾ നോക്കി അതല്ല എന്ന് കണ്ടു. വേറൊരാള്, അത് ഞാൻ വായിക്കാം, വളരെ വിശേഷ. അയാൾ എയോട് ചോദിച്ചപ്പോൾ പറയണേ, 2 beautiful lines from the famous poem ചെങ്ങമ്പുഴ ബൈ ദ റിനൗണ്ട് മലയാളം പോയിട്ട് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ചെങ്ങമ്പുഴ എന്ന് പറഞ്ഞ കവിതയിലെ വിത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ്സ് ഡീപ്പർ മീനിങ്. എന്നിട്ട് ഒറിജിനൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് 2 വരി കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന്. ഫുൾ സ്റ്റാൻസ ചങ്ങമ്പുഴ എന്ന് കവിതയൊന്നും എഴുതിയിട്ടില്ല. ചങ്ങമ്പുഴയുടെ കവിതയിൽ ഇതല്ല. ചങ്ങമ്പുഴ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, അല്ല ഞാനിത് പറയട്ടെ. ചിതയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായൊരു പൂവിത്, കാറ്റിലാടിയുലയുന്നൊരീറൻ മുടി, കനകമൊഞ്ചലിൽ പൂയിട്ടൊരു അല്ലിപ്പൂ. ഇതാണ് ഫുള്ള് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഈ മോഹൻലാലിൻ്റെ ഇതിൻ്റെ കൂടെ ചേരില്ല. കാരണം ഈ പൂവ് ചിതയിൽ നിന്ന് വീണതല്ല, കാറ്റിലാടി ഉലയുന്നൊരു ഈറൻ മുടി, കനകമഞ്ചലിൽ പൂയിട്ടൊരു അല്ലിപ്പൂ. ഏതൊരു സ്ത്രീയുടെ തലയിലാണെന്നല്ലേ ഇത് പറയുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കവിത എവിടെ നിന്ന്, കവി ആര് എന്നൊക്കെ വല്ല ഊഹമുണ്ടോ? ആരോടെങ്കിലും ഞാൻ സംസാരിച്ച ശേഷം ഇതിനെപ്പറ്റി അപസർപ്പകം നടത്തിയോ? അല്ല, ഇത് പറയുന്നതിന് മുൻപ് മോഹൻലാലിൻ്റെ അഭിനയം കാവ്യമയമാണ്. കാവ്യമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത തട്ടും തടവുമില്ലാതെ അനർഗളമായിട്ട് ഒഴുകുന്ന ഒരു രീതിയുണ്ട്.
അത് നമുക്ക് മോഹൻലാലിൻ്റെ അഭിനയത്തിൽ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലരും മോഹൻലാൽ അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് തോന്നില്ല. മോഹൻലാലിനെ ഇമിറ്റേറ്റ് ചെയ്യാനും കഴിയില്ല. കാരണം ഒരു പ്രത്യേക അഭിനയ സന്ദർഭത്തിൽ എന്ത് ചെയ്യും എന്ന് മുൻകൂട്ടി മോഹൻലാലിനും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ പോയി നിൽക്കുമ്പോൾ മോഹൻലാലിനെ അഭിനയിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു അസാമാന്യമായ സിദ്ധി മോഹൻലാലിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് മോഹൻലാലിനെ പ്രസംഗം എഴുതി കൊടുക്കുന്നവരും കൂടി അതൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഈ 2 വരി കവിത മോഹൻലാൽ കവിത വായിച്ച് അതിൽ നിന്ന് ഗ്രഹിച്ച് മോഹൻലാൽ എഴുതിയതായിരിക്കില്ല. മോഹൻലാലിന് ഈ പ്രസംഗം മോഹൻലാൽ ആശയം പറഞ്ഞു കൊടുത്തിട്ട് ഈ പ്രസംഗം ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും. അങ്ങനെ പറ്റൂ, അതിലൊരു തെറ്റുമില്ല. അതാണ് ചെയ്യുന്നൊരു രീതിയും. അപ്പോൾ പക്ഷേ മോഹൻലാലിനെ പോലെയുള്ള ഒരു അഭിനേതാവിന് ഒരു വലിയ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ തിരക്കഥയും സംഭാഷണം വേറെ ആളുകളിൽ അല്ല, അങ്ങനെയല്ല. അയാളെപ്പോലുള്ളൊരു നടനെ, അതും ഈ അയാളുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ കൊടുത്ത പ്രസംഗത്തിൽ ഈ മലയാളം കൊടുത്ത രാമൻ പറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല, സാമാന്യം മനോഹരമായിട്ടുണ്ട്. പക്ഷേ ഈ മലയാളം പറഞ്ഞപ്പോൾ ഇത് ഈ കവിത കേട്ടപ്പോഴും മാത്രമല്ല, അതിന് ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്. സിനിമ എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ്. അത് മോഹൻലാൽ അഭിനയിക്കുകയാണെങ്കിൽ ആത്മസ്പന്ദനം എന്നേ പറയൂ. മോഹൻലാലിൻ്റെ അഭിനയത്തിൽ ആത്മസ്പന്ദനമാണ്, ആത്മാവിൻ്റെ സ്പന്ദനമല്ല. അപ്പോൾ കവിതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കാവ്യ സംസ്കാരം തൊട്ട് തീണ്ടാത്ത ആരോ ആയിരിക്കണം ഇദ്ദേഹത്തിന് ഈ മലയാളത്തിലെ 2 വരി എടുത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു കവിയെ നമ്മൾ തിരിച്ചറിയുന്നത് കവിയുടെ സിഗ്നേച്ചർ ഉണ്ടാകും. കവിതയിൽ കവിയുടെ സിഗ്നേച്ചർ കയ്യൊപ്പുണ്ടാവും. കവിയുടെ കയ്യൊപ്പ് വെച്ചുകൊണ്ടാണ് നമ്മൾ കവിയെ തിരിച്ചറിയുന്നത്. കുമാരനാശാൻ്റെ കയ്യൊപ്പ് ആ വരികളിൽ ഇല്ല എന്നുള്ള കാര്യം കുമാരനാശാനെ വായിച്ചിട്ടുള്ള ആർക്കും അറിയാം. ആശാൻ്റെ കാവ്യരചനാ കൗശലമുണ്ട്. ആ കാവ്യരചനാ കൗശലത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സന്ദർഭം തന്നെ, ചിത എന്ന് പറയുമ്പോൾ തന്നെ കുമാരനാശാൻ പറയുന്നത് എന്താണ്? ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ, അതാണ് പറഞ്ഞു നിൽക്കുന്നത്. അതാണ് കവി. അല്ലാതെ ചിതയിൽ നീ എരിയോ എന്നുള്ളതല്ല പറയുന്നത്. അത് വളരെ പ്രസയിക്കായിട്ട് പറയുന്നൊരു രീതിയാണ്. അത് കുമാരനാശാനെ പോലെയുള്ള ഒരാൾ കാവ്യഭാഷയിൽ അത് ഉപയോഗിക്കില്ല. കുമാരനാശാൻ പറയുന്നത് അതാണ്. ഹാ പുഷ്പമേ, അധിക തുങ്കപഥത്തിലത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീ ഭൂവിലസ്ഥിരം അസംശയം. ഇതാണ് കുമാരനാശാൻ. അല്ലാതെ ഈ ചിതയിൽ നീ ഒടിഞ്ഞു എന്നുള്ളതല്ല. പിന്നെ ഇത്തരത്തിൽ മനോഹരമായി നിൽക്കുന്ന ഒരു ജീവിത സന്ദർഭത്തിൽ അത് ലോകത്തോടും ഭാരതത്തോടും ആ മഹാനടൻ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ കൊടുക്കേണ്ട സന്ദേശമല്ല ഈ 2 വരികൾ. അതിന് ഔചിത്യഭംഗം എന്ന് പറയുന്ന ഒരു കാവ്യദോഷം അതിൽ പടർന്നിട്ടുണ്ട്. ഇനി കുമാരനാശാൻ്റെ ഈ പറഞ്ഞ ഈ വീണപൂവ് എന്ന കവിത വസന്ത തിലകം എന്ന് പറയുന്ന വൃത്തത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ചൊല്ലാം വസന്ത തിലകം തപസം ജഗംഗ, ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിലസ്ഥിരമസംശയമിന്നു നിന്റെ, ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ. സുപ്രഭാതം. ആ വെങ്കടേശ അത് ഗംഗാതരംഗരമണീയ ജടാകലാപം, ഗൗരീ നിരന്തര വിഭൂഷിതവാമഭാഗം. പ്രസിദ്ധമായിട്ടുള്ള എസ് പി ബാലസുബ്രഹ്മണ്യം അത് പാടിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന വ്യാസനാണ്. വ്യാസവിരചിതമായ ഇത് വാരാണസി ശിവനെ സ്തുതിക്കുന്ന സ്തോത്രമായിട്ടാണ് അതിനെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാസൻ എപ്പോൾ എഴുതിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല.
അത് കൃത്യമായിട്ട് അറിയാൻ മലയാള സാഹിത്യ നിരൂപകരുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതിയതെന്നുള്ള ഡേറ്റ് വരെ അവർ എന്നാണ് എഴുതിയതെന്നുള്ള ഡേറ്റ് വരെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. എനിക്കതിനുള്ള കഴിവില്ലാത്ത കാരണം ഞാനത് പറയുന്നില്ല. അപ്പോൾ പക്ഷേ ഇതിലൊരു അത്ഭുതമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണഗതിയിൽ ഭക്തി പ്രകാശിപ്പിക്കുന്നതിനും വേണ്ടിയും ലാമൻറ്റേഷന് വേണ്ടിയൊക്കെയാണ് ഈ വൃത്തം സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ആ ലാമൻറ്റിങ് ടോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വസന്ത തിലകം എന്ന വൃത്തം എടുത്തിട്ട് കുമാരനാശാൻ വീണപൂവ് എഴുതുന്നത്. പക്ഷേ എനിക്കതിനകത്തൊരു വിസ്മയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൃത്തത്തിലാണ് ഒരു പോർവിളി കവിത ബാലേന്ദ്രൻ എഴുതിയിട്ടുള്ളത്. ഭാവിക്കയില്ല മകനെന്നിന് നിന്ന ഞാനും, തീ വെച്ചു കൊൾക പിതൃസ്മരണക്ക് നീയും, നീ വെച്ച പിണ്ഡമൊരു നാളും എനിക്ക് വേണ്ട പോകുന്നു ഞാൻ, ഉദയമെന്നെ സഹിക്കയില്ല. വൃത്തം വസന്ത തിലകമാണ്. അപ്പോൾ ഈ വസന്ത തിലകം പോലുള്ളൊരു വൃത്തത്തിൽ ഇതെങ്ങനെ സാധ്യമായി എന്നുള്ള കാര്യം ഈ മാനസാന്തരം എന്ന് പറയുന്ന കൃതിക്ക് കളക്ഷന് രാമന് ഓർമ്മേണ്ടത്. അതിന് അവതാരിക എഴുതിയപ്പോൾ ഞാൻ ആ അവതാരികയിൽ ഇത് പറയുകയും ഒരു PhD ഗവേഷക അത് വേറെ വൃത്തം അല്ല, അത് കേകയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ മലയാള സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം ലഭിക്കുകയും അതിൽ ഗവേഷണ ബിരുദം ലഭിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഒരു കൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു ഗൈഡ്. അതെ, അദ്ദേഹമായിരുന്നു ഗൈഡ്. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോഴുണ്ട് എനിക്ക് പ്രൊഫസറാക്കിയത് ഞാൻ തന്നെയാണ്. ഞാനിരുന്ന ബോർഡാണ്. ഗവേഷകരുടെ പേര് രേഖ എന്നാണെന്ന് അത് എനിക്കറിയില്ല. അത് ആ പുസ്തകം എന്തായാലും അത് പോയിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു കവിയുടെ സിഗ്നേച്ചർ അതിനകത്ത് വന്നുപെടും. അതിപ്പോൾ ഈ പറഞ്ഞതിലുണ്ട് ഈ കവിയുടെ സിഗ്നേച്ചർ. ഒരു കവിയുടെ സിഗ്നേച്ചർ കണ്ടെത്താൻ കഴിയാത്ത ഏതോ ഒരു ശുംഭൻ, പ്രകാശം പരത്തുന്നവനായിരിക്കണം ഈ വരികൾ കോട്ട് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തത്. പക്ഷേ എന്തായാലും ശരിയാണ് അത്തരത്തിൽ ഒരു കാര്യം. കാരണം അത് ഈ മോഹൻലാലിൻ്റെ അഭിനയം കാവ്യമയമാണ്. അഭിനയം കാരണം അതിങ്ങനെ ഒഴുകും. അത് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെല്ലാം വിസ്മയിച്ചിട്ടുണ്ട് ആ അഭിനയം കണ്ട്. ഇങ്ങനെ എന്താണ് ആ പാദമുദ്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വിടനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള ഏത് വിടനും ആ വിടനെ കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറഞ്ഞു പോകുന്ന വിധത്തിൽ അറപ്പുളവാക്കുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അതെത്ര ഗംഭീരമായിട്ടാണ് അഭിനയിച്ചത്. ആ കന്മതം എന്ന് പറഞ്ഞ സിനിമയിൽ അമ്മയും മകനും കൂടിയുള്ള ബന്ധം അറ്റുപോകുന്നൊരു രംഗത്ത് ഈ KPAC ലളിതയും മോഹൻലാലും കൂടി നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വിസ്മയങ്ങളാണ്. അതെങ്ങനെ ഇയാൾ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കും. വാനപ്രസ്ഥത്തിൽ ആ കഥകളി നടനായിട്ട് വരുമ്പോൾ, കമലതലത്തിൽ ആ നർത്തകനായിട്ട് വരുമ്പോൾ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ പ്രസംഗം അതിൻ്റെ റെൻഡറിങ്ങും ഗംഭീരമായിരുന്നു. നല്ല ശബ്ദമാണല്ലോ. നല്ല ശബ്ദം. ഇംഗ്ലീഷൊക്കെ മനോഹരമായിട്ട് പറയുകയും ചെയ്ത് അതെല്ലാം കേട്ട് സന്തോഷിച്ചു. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയ ഈ കാര്യത്തിൽ? അല്ല, ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസംഗം എഴുതിയത് ആരായിരുന്നാലും പ്രസംഗം എഴുത്തുകാരനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഒരു കവിയായിട്ടുള്ള ഒരാളാണ് ഈ പ്രസംഗം. കവിയുടെ പേര് കേട്ട് അദ്ദേഹമാണ് ഇത് എഴുതി കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹമാണ് അത് എഴുതിയതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു പ്രമേയം വഴി മേലിൽ മലയാള കവിത എഴുതരുത് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാവുന്നതാണ്. കാരണം അങ്ങനെയല്ലല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ ഒരു ഗുണം ഉണ്ട്. ചിലപ്പോൾ ഈ കവിത നമുക്കറിയില്ലല്ലോ ഇത് ആരെഴുതിയെന്ന. ആ കവിയാണ് ഇത് എഴുതിയതെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ച വന്നല്ലോ. ഈ ചിതയിൽ നിന്ന് ഇത് ആരാണെന്ന് ഒരു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയാം. അതെ, ചിതയിലെ വെളിച്ചം എന്ന് വയലോപ്പിള്ളിയുടെ കവിതയെക്കുറിച്ചല്ലേ MN വിജയൻ പറഞ്ഞിരിക്കുന്നത്. ചിതയിലെ വെളിച്ചം. അത് ആ കളക്ഷൻ്റെ പേരും അത് തന്നെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ടൈറ്റിലാണത്. കാരണം കാവ്യരസ അനുഭൂതി ഈ ചിതയല്ല. അതിനകത്ത് ഒരാത്മസമർപ്പണം ഉണ്ടെങ്കിലും അത് കത്തി എരിഞ്ഞ് തീരുന്നതല്ല, ജ്വലിച്ച് മിന്നി പ്രകാശിപ്പിക്കുന്നതാണ്. നല്ല തിരക്കഥാകൃത്തുക്കളെ അന്വേഷിക്കുന്നത് പോലെ നല്ല പ്രസംഗം എഴുത്തുകാരെയും അന്വേഷിക്കണം. സാധാരണഗതിയിൽ ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ എഴുതി കൊടുത്തിരുന്നത്
ശ്രീകാന്ത് കോട്ടക്കലാണ്. ഇത് ശ്രീകാന്ത് കോട്ടക്കലല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അയാൾക്ക് ഒരു കാവ്യ സംസ്കാരമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഔചിത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല. ഇത് വേറെ ഏതോ ഒരു പുതുമുഖം മോഹൻലാലിൻ്റെ എന്താണ് അതിൻ്റെ പേര്, ഈ ഫാൽക്കെ അവാർഡ് പ്രസംഗം താനാണ് എഴുതിയത് എന്ന് വരുത്തിയതോടുകൂടി അദ്ദേഹം ഈ ശിഷ്യനെക്കുറിച്ച് സി.ജെ. തോമസ് പറയുന്ന ഒരു കമൻ്റ് ഉണ്ടല്ലോ, സ്വയം നശിക്കുന്നവനും ഗുരുവിനെ നശിപ്പിക്കുന്നവനും എന്ന് പറയുന്ന രീതിയിൽ ഇത് എഴുതിയിരിക്കുന്ന ആ കവി സ്വയം അപഹാസ്യനാകാനും ഒപ്പം മോഹൻലാലിനെ കൂടി അതിരിക്കട്ടെ എന്നും കൂടി കരുതിയിട്ടാകാം എഴുതിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.